എല്ലാ കാലത്തും സമുദായത്തിൻ്റെ അകത്ത് ദുഷിച്ച ചിന്താഗതിക്കാരും സമുദായത്തിൻ്റെ മുഖ്യ സ്രോതസ്സിൽ നിന്നും വഴിയിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരുന്നവരും പുറകോട്ട് വലിക്കുന്നവരും ഉണ്ടായിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ നൂറ്റാണ്ട് മുഴുക്ക് ഈ വഴക്കം തുടങ്ങിയിട്ടുണ്ട്. പെണ്ണുങ്ങളുമായി തന്നെ തുടങ്ങിയിട്ടുണ്ട്. പെണ്ണുങ്ങളെ രംഗത്തിറക്കിക്കൊണ്ടുള്ള തുടക്കം ആദ്യമായി ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത് സ്വഹാബാക്കൾ മുഴുവൻ പിഴച്ചവരും കള്ളം പറയുന്നവരും വിശ്വസിച്ചുകൂടാൻ പറ്റാത്തവരും ഹദീസിനെ പോലും അവർ ഉദ്ധരിക്കുന്നത് സ്വീകരിക്കാൻ പറ്റില്ലെന്നും വാദിക്കുന്ന പിഴച്ച വിഭാഗമാണ് ഖവാരിജുകൾ. ആ ഖവാരിജുകളുടെ നേതാവായ അബൂ മറിയം എന്ന് പറയുന്ന മനുഷ്യനാണ് പെണ്ണുങ്ങളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ മതപരമായി മതത്തിന്റെ ലേബലിൽ വാദിച്ചു കൊണ്ടുവന്നാൾ. ഇത് നടക്കുന്നത് അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഖിലാഫത്ത് കഴിഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഖിലാഫത്തിന്റെ സുവർണ ദശ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച 30 വർഷം പിന്നിട്ട ശേഷം ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു തങ്ങൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അബൂ മറിയം എന്ന് പറയുന്ന മനുഷ്യൻ സ്ത്രീകളെ പൊതുരംഗത്തേക്ക് പുരുഷന്മാരോടൊപ്പം കൊണ്ടുവരണം എന്ന വാദവുമായി വന്നല്ല, പെണ്ണുങ്ങളെ രംഗത്തിറക്കി. അയാൾ വാദിച്ചിരുന്ന കാരണവും ന്യായവും എന്താണെന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് റസൂലിന്റെ ഭാര്യമാരടക്കം യുദ്ധത്തിലേക്ക് വരെ തങ്ങളോടൊപ്പവും മുസ്ലിമീങ്ങളോടൊപ്പവും പോയിട്ടുണ്ട്. ഇസ്ലാമിക യുദ്ധങ്ങളിൽ പുരുഷന്മാരോടൊപ്പം യുദ്ധങ്ങളിൽ പോലും പെണ്ണുങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കായികമായും ശാരീരികമായും പെണ്ണുങ്ങളോട് ഇണങ്ങാത്ത യുദ്ധത്തിന് വരെ പെണ്ണുങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ രംഗത്തേക്കും പുരുഷന്മാരെ പോലെ പുരുഷനോടൊപ്പം പെണ്ണുങ്ങൾക്കും വരാം എന്നായിരുന്നു അയാളുടെ ന്യായീകരണം. നമ്മൾ ആലോചിച്ചു നോക്കിയാൽ പുത്തൻവാദികൾ സ്ത്രീകൾ രംഗത്തിറക്കാൻ വേണ്ടിയിട്ടും പ്രസംഗ രംഗത്തിറക്കാൻ വേണ്ടിയിട്ടും സ്റ്റേജിൽ കയറ്റാൻ വേണ്ടിയിട്ടും മറ്റെല്ലായിടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഉന്നയിച്ച വാദം രണാങ്കണത്തിലേക്ക് പോയില്ലേ നുസൈബ ബീബി റളിയല്ലാഹു അൻഹ, ഉമ്മു വർഖ, മറ്റു പല വനിതകളും സ്വഹാബി വനിതകളും യുദ്ധക്കളത്തിലേക്ക് പോയില്ലേ, ശുശ്രൂഷിക്കാൻ പോയില്ലേ എന്ന തെളിവ് തന്നെയല്ലേ? ഖവാരിജുകളുടെ നേതാവും സ്ത്രീകളെ രംഗത്തിറക്കിയിട്ടുള്ള അരാജകവാദിയുമായിരുന്ന അബൂ മറിയമിന്റെ അതേ പിൻമുലക്കാർ തന്നെ. ഞാനീ പറഞ്ഞു വരുന്നത് 1-ാമത്തെ നൂറ്റാണ്ട് മുതൽ തുടങ്ങിയിരിക്കുന്ന ഈ സ്ത്രീകളെ രംഗപ്രവേശനം നടത്തിയിട്ട് കാര്യം നേടുകയും ആളുകളെ ആകർഷിക്കുകയും ചെയ്യുന്ന വഴക്കം എല്ലാ നൂറ്റാണ്ടുകളിലും ഇതിനു വേണ്ടി ശബ്ദിക്കുവാൻ, ഇസ്ലാമിന്റെ പേരിൽ ശബ്ദിക്കുവാൻ, ഇസ്ലാമിന്റെ പേരിൽ കിതാബ് എഴുതുവാൻ, ഇസ്ലാമിന്റെ പേരിൽ ന്യായം നിരത്തുവാൻ ആളുണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മുസ്ലിം സമൂഹത്തെ പണ്ഡിതന്മാരെ മുഴുവൻ ഒന്നടങ്കം ആക്ഷേപിക്കാൻ യാതൊരു ലജ്ജയും നാണവും ഒരു കാലത്തും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത ഒരാളുണ്ട്. ലാഹിരിയത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ നേതാവാണ് ഇബ്നു ഹസ്മ് എന്ന് പറയുന്ന മനുഷ്യൻ. പണ്ഡിതന്മാരെ കാലത്തും നിലനിന്നിട്ടുള്ള ആശയങ്ങളിൽ നിന്ന് എന്നും സമുദായത്തെ പുറകോട്ട് വലിക്കാൻ വേണ്ടി ക്ഷുദ്രശക്തികളെ പിശാച്ച് വളർത്തിയെടുക്കുന്ന കൂട്ടത്തിൽ 5-ാം നൂറ്റാണ്ടിൽ ഒരാൾ ജനിച്ചതാണ് ഇബ്നു ഹസ്മ് എന്ന് പറയുന്ന മനുഷ്യൻ. ഹിജ്റ 5-ാം നൂറ്റാണ്ടിലുള്ള അദ്ദേഹം എന്തെല്ലാം വാദഗതികളാണ് എഴുതി വച്ചിരിക്കുന്നത്. 4 മദ്ഹബുകളും ക്രോഡീകൃതമായതിനു ശേഷം 4 മദ്ഹബിന്റെ ഇമാമുകളുടെ പരാമർശങ്ങളും വിലയിരുത്തിയിട്ട് അതിന്റെ ന്യായാന്യായതകൾ പരിശോധിച്ചിട്ട് അതിൽ നിന്ന് സത്യമിന്നത് കളമിന്നത് എന്ന് തിരഞ്ഞെടുക്കുന്ന ദൗത്യമാണ് ഇബ്നു ഹസ്മ് ഏറ്റെടുത്തത്. ബൃഹത്തായ കിതാബ് എന്ന് പറയുന്ന വലിയ കിതാബ്, വാള്യങ്ങൾ കണക്കുള്ള കിതാബ് അയാൾക്കുണ്ട്. ഒരുപാട് കിതാബുണ്ട്. അൽ മുഹദ്ദിസ്, അൽ ഫഖീഹ് എന്നൊക്കെ പലരും അയാളെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അയാൾ 4 മദ്ഹബിനും വിരുദ്ധമായിട്ട് മദ്ഹബിന്റെ ഇമാമിയങ്ങളെ മുഴുവൻ പത്തിച്ചും ശകാരിച്ചും ആക്ഷേപിച്ചും കുറ്റം പറഞ്ഞും പഴി പറഞ്ഞും അയാൾ അവതരിപ്പിച്ചിരിക്കുന്ന വാദങ്ങൾ കേട്ടാൽ നമ്മൾ അമ്പരന്നു പോകും. ഞാൻ ചിലത് സൂചിപ്പിക്കാം, ഒരേ ഒരു വള്ളത്തിൽ കണ്ടത് മാത്രം. വളരെ ചിലത് സൂചിപ്പിച്ചാൽ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. അമുസ്ലിമീങ്ങൾ ആണാവട്ടെ പെണ്ണാവട്ടെ, അമുസ്ലിമീങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് വിവാഹം ചെയ്യാമെന്ന് മുസ്ലിം അല്ലെങ്കിലും ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്, വേദക്കാർ എന്ന് വെച്ചാൽ ഇന്നത്തെ ക്രിസ്ത്യാനികളും ജൂതന്മാരുമല്ല. നിയമപ്രകാരം അവർക്ക് ചില ഷർത്തുകളും ഉപാധികളുമുണ്ട്. ആ ഉപാധി വെച്ച കിതാബികളും വേദക്കാരും പെണ്ണുങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാൻ സാധ്യമല്ല. ആ വിധത്തിലുള്ള വേദക്കാരികളായ പെണ്ണുങ്ങൾ അമുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാം, അവരറുത്തത് തിന്നാം. ഇത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അവരാണെങ്കിൽ പോലും അമുസ്ലിമാണോ ആ മുസ്ലിമിന്റെ വായയിൽ നിന്നൊലിക്കുന്ന കേലയും നീരും, അവരുടെ ശരീരത്തിൽ നിന്ന് ജ്വലിക്കുന്നതായ വിയർപ്പുകൾ, ഇതൊക്കെ നജസാണ്. അത് ശരീരത്തിലെങ്ങാനും ആയാൽ അതുമായി നിസ്കരിച്ചുകൂടാ, നിസ്കാരം സാധുവാകില്ല. നിങ്ങൾ ഓർക്കണം,
ഇത് വാസ്തവത്തിൽ കുറച്ചുകൂടി വൃത്തിക്കും ശുദ്ധിക്കും പറ്റുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് നിസ്കരിക്കില്ല ഇത് കിട്ടിയല്ലേ. നമ്മൾ ബസ്സിലിരുന്നാൽ നമ്മുടെ സമീപത്ത് വന്നിരിക്കുന്ന ആ മുസ്ലിമിന്റെ ശരീരത്തിലെ വിയർപ്പിന് മുസ്ലിമിന്റെ ശരീരത്തിലെ വിയർപ്പിന്റെ മാനമല്ല. മുസ്ലിമിന്റെ ശരീരത്തിലെ വിയർപ്പ് ശുദ്ധമാണ്. അത് ശരീരത്തിലായാൽ വസ്ത്രം കഴുകേണ്ട, ശരീരം കഴുകേണ്ട, നിസ്കരിക്കാം. നേരെ മറിച്ച് ആ മുസ്ലിമിന്റെ വിയർപ്പെങ്ങാനും നമ്മുടെ ശരീരത്തിലായാൽ നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവും കഴുകിക്കളയണം, നിർബന്ധമാണ്. അതുകൊടുത്താൽ നിസ്കാരം ശരിയാവൂല. നമ്മുടെ പെണ്ണുങ്ങൾ നിസ്കാരക്കുപ്പായല്ലായിട്ട് നിസ്കരിക്കൂല എന്നറിയുന്ന കാലം അത്. ആശുപത്രിയിൽ പോയി കിടന്നിരുന്നു, എൻ്റെ പെണ്ണ് നിസ്കരിക്കാൻ നിസ്കാരക്കുപ്പായം വീട്ടിലാണ്. നിസ്കാരക്കുപ്പായം വീട്ടിലായതുകൊണ്ട് നിസ്കരിക്കാത്ത പെണ്ണുങ്ങളുണ്ട് ഈ നാട്ടിൽ. അമുസ്ലിമിന്റെ വിയർപ്പ് ശരീരത്തിലായാൽ, അമുസ്ലിമിന്റെ കണ്ണുനീര് ശരീരത്തിലായാൽ അത് നജസാണ്, കഴുകിയെങ്കിലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു യാത്രക്കാരനായ ചെറുപ്പക്കാരന് പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. ഓന്റെ നിസ്കാരം കുളൂസ് തന്നെ. ഇങ്ങനെ കുറെ ആളുകൾ നിസ്കരിക്കാതെ ആക്കുക എന്നതായിരിക്കാം ഇയാളുടെ ലക്ഷ്യം. അറിഞ്ഞൂടാ, ഇതൊരു വാദമാണ്. ഇത് ഞാൻ പറയുന്നതല്ല. ഇയാളുടെ വാദത്തിൽ നിന്നും ഇയാളുടെ പേനയിൽ നിന്നും ബഹിർഗമിച്ചിരിക്കുന്ന പിഴച്ച ആശയങ്ങളാണ് പലതും നമ്മുടെ പുത്തൻവാദികൾ എഴുന്നള്ളിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ്. പലപ്പോഴും സാധാരണക്കാർക്ക് അതറിയില്ല. ആയത്തല്ല ഓതിന്, ഹദീസല്ലേ ഓതിനെന്ന് അറിയും. വിചാരിക്കും ഇവലെ വീട്ടിലേക്ക് ഇറങ്ങിയതാ ഈ ആയത്തും ഹദീസും. അല്ല, ഇതേ ആയത്തും ഹദീസും ഇവർ ചർച്ച ചെയ്യുന്നത് പോലെ ചർച്ച ചെയ്ത മോശപ്പെട്ട പിഴച്ച ചിന്തക്കാർ എന്നും ഉണ്ടായിട്ടുണ്ട്, എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവരിൽ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഇബ്നു ഹസ്ം എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. മയ്യത്തിന്റെ കട്ടിലെങ്ങാനും ചുമന്നാൽ ആ മയ്യത്ത് കട്ടിൽ ചുമന്നവൻ ഒതു ഉണ്ടാക്കണം. ഒതു മുറിയുന്ന ഒരു കാരണം മയ്യത്ത് കട്ടിൽ ചുമക്കല്. മയ്യത്തിനെ ചുമന്നു പോയാൽ ഒതു മുറിയും. ഇത് ഇയാളുടെ ഒരു വാദ. അതും കുറേ അധികം ആളുകൾക്ക് ജനാസ സംസ്കാരമെങ്കിലും ഇല്ലാതാക്കാനുള്ള ഒരു കുത്സിതമായ നീക്കമാണോ ഇതിന്റെ പിന്നിൽ എന്ന് നമ്മൾ കണ്ടെത്തുന്നു. ഞാനിത് പറയുമ്പോൾ ഈ വാദങ്ങൾ ഓരോന്ന് വിലയിരുത്തുകയല്ല. നമ്മൾ കേൾക്കാത്ത പുതിയ പുതിയ വാദങ്ങൾ പലതും പറയുന്നവർ. കെട്ടിനിൽക്കുന്ന വെള്ളം വലിയൊരു കുളമാണെങ്കിൽ പോലും മോജയടിക്കുന്ന സമുദ്രമല്ലാത്ത ഏത് കെട്ടിനിൽക്കുന്ന വെള്ളത്തിലും ജനാപത്ത് കുളി കുളിച്ചാൽ പറ്റില്ല. ജനാപത്ത് കുളി കുളിച്ചാൽ ശുദ്ധമാകില്ല, വലിയ ശുദ്ധി നീങ്ങൂല. ഇത് ഇയാളുടെ വാദ. സവാഉൻ കാന ഖലീലൻ ഔ കസീറ വലൗ അന്നഹു ഫറാസിഖു ഫീ ഫറാസിഖ. കാതങ്ങളോളം വീതിയിൽ, കാതങ്ങളോളം നീളത്തിലാണ് ഈ കുളങ്ങളെങ്കിലും, ഒരു ഫർസഖ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം 8 കിലോമീറ്റർ വരും. 8 അല്ല 18 അല്ല, അതിലപ്പുറമുള്ള 8കളല്ല, കോടാനുകോടി കാതങ്ങൾ വീതിയും നീളവുമുള്ള ഒരു വലിയ കുളമാണെന്ന് വെച്ചോളൂ, ഒരു തടാകം. ആ തടാകത്തിൽ പോയി കുളിച്ചാലും ജനാപത്തുകാരൻ കുളിച്ചാൽ ജനാപത്ത് ഉയരൂല. കെട്ടി നിൽക്കുന്ന വെള്ളമാണെങ്കിൽ ഉയരൂല, ഒഴുക്കുള്ള വെള്ളത്തിലേ ഉയരുള്ളൂ. ഇത് ഇയാൾ ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ സമർത്ഥിക്കുന്നവനാണ് ഇബ്നു ഹസ്ം എന്ന് പറയുന്ന മനുഷ്യൻ. ഇതൊരു വാദ. ഒരൊറ്റ വാള്യത്തിൽ നിന്ന് ലഭിച്ചത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഫർള് നിസ്കാരം ജമാഅത്തിലായിട്ടല്ലാതെ നിസ്കരിക്കുന്നെങ്കിൽ, ജമാഅത്തിലായിട്ട് നിസ്കരിക്കുന്നെങ്കിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കാതെ നിസ്കരിക്കാതെ പറ്റിയല്ല. ബാങ്കും ഇഖാമത്തും കൊടുക്കൽ ഫർള, അതില്ലാ നിസ്കരിച്ചുകൂടാ. ഇത് പറയുന്നതും ഇബ്നു ഹസ്മാണ്. തർക്കമുള്ള ബാങ്കും ഇഖാമത്തും എന്ന സുന്നത്ത് കുറെ ആൾക്കാരെ കൊണ്ട് എടുത്തോട്ടെ എന്നെങ്കിലും നമുക്കിത് സമാധാനിക്കാം. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, അതിലേറെ അശനവും അഫ്ളലുമായത് പുരുഷനാണോ അവന് നമസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും അവന്റെ ഔറത്ത്, നഗ്നത, അവന്റെ നഗ്നത, മറക്കൽ നിർബന്ധമായ നഗ്നത, അസ്സകറു വഹലഖത്തു ദുബുരി ഫഖത്ത്. മനുഷ്യന്റെ ഗുദദ്വാരം മാത്രവും ജനനേന്ദ്രിയം മാത്രവുമാണ് പുരുഷൻ ആരാണെങ്കിലും നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മറക്കൽ നിർബന്ധമായ ഭാഗം എന്ന് ഇവിടെ ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന ആൾ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് ഇന്നത്തെ പുത്തൻവാദികളായ മുജാഹിദുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും കുറച്ചൊക്കെ ആശയസ്രോതസ്സായി നിലകൊള്ളുന്ന ഇബ്നു ഹസ്ം എന്ന് പറയുന്ന ആ മനുഷ്യനാണ്. ചിന്തകൻ, ഉത്പതിഷ്ഠു, പുത്തൻ ചിന്തകൻ. ആ നവോത്ഥാന നായകരുടെ പട്ടികയിൽ വരുന്ന ഓരോ നൂറ്റാണ്ടിലും നടന്ന നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ ഒരു പേര് ഇബ്നു ഹസ്മിനെയും കാണും. ആ ഇബ്നു ഹസ്മിന്റെ ചിന്തകൾ നമ്മളിങ്ങനെ പരതിയാൽ നമ്മുടെ കേരളത്തിലേക്ക്, കൊച്ചു കേരളത്തിലേക്ക്, സാംസ്കാരിക കേരളത്തിലേക്ക് കണ്ണും മൂക്കും വായും പൊത്തേണ്ട തരത്തിൽ നിർഗളിച്ചു കൊണ്ടിരിക്കും ഇനിയും. അയാൾ മാത്രമാണ്, താൻ മാത്രം മെനഞ്ഞുണ്ടാക്കിയിട്ട് വിവരക്കമ്മിയുടെ പേരിൽ തനിക്ക് അറിയാതെ വന്നുപോയ അബദ്ധമോ അല്ലെങ്കിൽ മനഃപൂർവ്വം കരുതി കൂട്ടിയിട്ട് താൻ ഉണ്ടാക്കിയ കളവോ എന്തെന്നറിയില്ല. ഈ കളവായ അള്ളാന്റെ റസൂലിന്റെ പേരിൽ കെട്ടിച്ചമച്ച ഒരു ചെറിയ വാക്യത്തെ മാത്രം പൊക്കിപ്പിടിച്ചിട്ട് ആ പൊക്കിപ്പിടിച്ച വാചകത്തിന്റെ പിൻബലത്താൽ
പെണ്ണുങ്ങൾ ജുമുഅ ജമാഅത്തുകൾക്ക്, പുരുഷന്മാരുടെ ജുമുഅ ജമാഅത്തുകൾക്ക് പോകൽ പുണ്യമാകുന്നു. അതാണ് അവർക്ക് കൂലി കിട്ടുന്ന കാര്യം. അതാണ് വീട്ടിലുള്ള നിസ്കാരത്തെക്കാൾ അവർക്ക് പുണ്യം എന്ന വാദം ലോകത്ത് ഇമാമിയങ്ങളുടെ പട്ടികയിലോ കിതാബ് രചിച്ച പണ്ഡിതന്മാരിലോ ആരെങ്കിലും ഒരാൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് 4 മദ്ഹബിലെ പണ്ഡിതന്മാരിലെ മദ്ഹബിന്റെ കിതാബുകൾ പരിശോധിച്ചാലും കിട്ടില്ല. ഞാൻ നിങ്ങളെ മുഴുവൻ മുൻപാകെ നിർത്തിയിട്ട് ആണയിട്ട് പറയട്ടെ, 4 മദ്ഹബിന്റെയും നിയമം ശാഫിഈ മദ്ഹബ് പോലെ തന്നെ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ സ്ത്രീകൾ പള്ളിയിൽ പങ്കെടുക്കൽ കറാഹത്താകുന്നു. അതൊഴിവാക്കിയാൽ പുണ്യമുണ്ട്. അത് തന്നെ പോകാനും പങ്കെടുക്കാനും പറ്റുന്ന നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയല്ലേ നിയമമുള്ളൂ. നമുക്ക് പോകാനും പങ്കെടുക്കാനും പറ്റിയ നിയമങ്ങൾ മുഴുവൻ പാലിച്ചാൽ ആ പാലിച്ചിടത്ത് പള്ളിയിലുള്ള ജുമുഅ ജമാഅത്തുകളിൽ ആണുങ്ങളോടൊപ്പം പെണ്ണുങ്ങൾ പങ്കെടുക്കുന്നത് കറാഹത്താണെന്നാണ് മാലിക്കി മദ്ഹബും ഹനഫി മദ്ഹബും ഹംബലി മദ്ഹബും ശാഫിഈ മദ്ഹബ് പോലെ. ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ലോകത്ത് കോടിക്കണക്കിന് ഉലമാക്കളും കിതാബുകളും കഴിഞ്ഞു പോയ പണ്ഡിതന്മാരും വിശാരദന്മാരും സമർത്ഥിച്ചു പോയിരിക്കുന്ന ഈ നല്ല വീക്ഷണത്തിന് വിരുദ്ധമായി പെണ്ണുങ്ങൾക്ക് അവരുടെ വീടിലുള്ള നമസ്കാരത്തെക്കാൾ ഉത്തമം പള്ളികളിൽ പോയിട്ട് നമസ്കരിക്കുന്നതാണ്. അതിനാണ് കൂലി അധികവും പുണ്യവും എന്ന് അള്ളാന്റെ റസൂലിന്റെ ദീനിന്റെ പേരിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ മൊഴി കെട്ടിച്ചമച്ചുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെ അബദ്ധത്തിൽ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടോ ലോകത്തൊന്നാമതായി ഒരു കിതാബിൽ എഴുതി വച്ചിട്ടുള്ള മനുഷ്യൻ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പൊള്ളവാദങ്ങളും നമ്മുടെ വാപ്പാരും നമ്മുടെ പിതാമഹന്മാരും കേട്ടിട്ടില്ലാത്ത പുത്തൻവാദങ്ങളും ഈ ലോകത്തേക്ക് ഇറക്കുമതി ചെയ്ത ഇബ്നു ഹസ്മുൽ ലാഹിരി എന്ന് പറയുന്ന ആ മനുഷ്യനാണ്. ഇബ്നു ഹസ്മുൽ ലാഹിരി എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ കിതാബിൽ ഈ വാദത്തിന് വേണ്ടി സമർത്ഥിച്ച രേഖകൾക്കപ്പുറം ഒരു ചെറിയ രേഖ, സമർത്ഥനത്തിന്റെ ഒരു ചെറിയ രീതി ഇന്നത്തെ മുജാഹിദുകളോ ദശകങ്ങളായിട്ടുള്ള മുജാഹിദുകളോ ഈ വാദവുമായി രംഗത്തിറങ്ങിയവർ ഒരിക്കലും മറക്കിയിട്ടില്ല. കാണാത്. എന്നാൽ അയാൾ തന്നെ പറയുന്നത് ഇന്ന് നമ്മുടെ മുജാഹിദ് പള്ളികളിലേക്കും ജമാഅത്ത് പള്ളികളിലേക്കും പുത്തൻവാദികളുടെ പള്ളികളിലേക്കും വരുന്ന രൂപത്തിലാണെങ്കിൽ ആ രൂപത്തിലുള്ള പോക്ക് തടയണം എന്ന് തന്നെയാണ്. നിയമമൊക്കെ അയാൾക്കുണ്ട്. നിയമരഹിതമായി ഇഷ്ടം പോലെ വന്നോട്ടെ. ഉറൂസിന് പോണില്ലേ, കല്യാണത്തിന് പോണില്ലേ, ഷോപ്പിങ്ങിന് പോണില്ലേ, എല്ലായിടത്തും പോകുമ്പോൾ അല്ലാത്തൊരു പ്രശ്നത്തിന് ആ പള്ളി പോക്കിന് അവിടെയൊക്കെ വരുന്നത് പോലെ പള്ളിക്കും വന്നാട്ടെ എന്ന് പറയുന്ന വാദം ഈ കാണുന്ന ഇബ്നു ഹസ്മിനും ഇല്ല. അയാളും പറയുന്നത് നിബന്ധനയുണ്ട്, ആ നിബന്ധനയൊക്കെ പാലിച്ചുകൊണ്ട് പോരാണ് എന്നാ പുണ്യമുണ്ട് എന്ന്. അതുപോലും ഇല്ലാതെ, ആ നിബന്ധനകൾ പോലും പാലിക്കാതെ പുണ്യമുണ്ടെന്ന വാദം ഇബ്നു ഹസ്മിന്റെ പിൻബലവുമില്ലാതെ ഇവർ സ്വയം മെനഞ്ഞുണ്ടാക്കിയതാണ്. തെളിവുകൾ മുഴുവൻ ഇബ്നു ഹസ്മിൻ്റേത്. വാസ്തവത്തിൽ അയാൾക്ക് പറ്റിയതെന്താ? ഞാൻ അയാളുടെ ഗന്ധമെടുത്തുകൊണ്ട് തന്നെ പറയാം. ഇത് അയാളുടെ കിതാബിലെ ഒരു വാള്യാണ്. ഇത്തരം ധാരാളം വാള്യങ്ങളുണ്ട്. അൽ മുഹല്ല ഇബ്നു ഹസ്മിൻ ലാഹിരി. ഇത്ര കട്ടിയുള്ള ധാരാളം വാള്യങ്ങളുള്ള കിതാബ് എഴുതാൻ മാത്രം പഠിച്ച മനുഷ്യൻ്റേതാണ് ഞാനീ പറഞ്ഞ വാദങ്ങളൊക്കെ. ഒറ്റമറിയിൽ കണ്ടെത്തിയിട്ടുള്ള, ഒറ്റമറിയിൽ നിങ്ങളുടെ മുമ്പിൽ പറയാവുന്നതാണ് ഞാനീ പറഞ്ഞത്. എല്ലാ വാള്യവും കൂടി പരിശോധിച്ചിട്ടെങ്ങാനും അയാളുടെ ചിന്തകൾ ഈ ലോകത്തിന് പകരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്നുള്ള ജനങ്ങൾക്ക് പകരുന്നെങ്കിൽ, നമ്മൾ കണ്ണും മൂക്കും വായും പൊത്തി ചിലപ്പോൾ ശ്വാസം മുട്ടി മരിച്ചു പോകും. ആ തരത്തിലുള്ള വാദങ്ങളൊക്കെ ഇയാൾക്കുണ്ട്. അയാൾ ഇവിഷയകമായി തനിക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഷാഫി മദ്ഹബിൻ്റെ വീക്ഷണത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ അവതരിപ്പിക്കാം. ഈ വിഷയകമായി ഒരു ഹദീസ് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു തങ്ങളെ ചൊല്ലിക്കൊണ്ട് എല്ലാ ഹദീസുകളും വിവരിച്ച ശേഷം ഇയാളങ്ങ് മെനഞ്ഞുണ്ടാക്കുക. നിരവധി ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് ഇദാ ഇസ്തഗ്റഅത് ഇംറഅതു അഹദികുമുൽ മസ്ജിദ ഫലാ യംനഉഹാ ലാ തംനഉ നിസാഅകുമുൽ മസാജിദ ലാ തംനഉ നിസാഅകും ഹുദൂദഹുന്ന മിനൽ മസാജിദി തുടങ്ങിയിട്ട് ഇവരുടെ സ്റ്റേജുകളിൽ നിന്ന് കേൾക്കപ്പെടാറുള്ളതും നൂറുകണക്കിന് തെളിവുകളിൽ നിന്ന് പറഞ്ഞ് അവർ അവതരിപ്പിക്കുന്നതുമായി എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹാ വശറു സുഫൂഫിൻ നിസായി എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഓതുന്ന അതുമുണ്ട്. എന്തൊക്കെയാണോ മുജാഹിദ് സ്റ്റേജുകളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും മാസികകളിൽ നിന്നും നമ്മൾ വായിക്കുന്നത് കേൾക്കുന്നത് അതൊക്കെയും ഇതിൻ്റെ അകത്തുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഇതിൻ്റെ സ്രോതസ്സിൽ തന്നെ പിഴവുണ്ട് എന്ന് നമുക്ക് തൽക്കാലം മനസ്സിലാക്കാമല്ലോ. അത്യാവശ്യം വിഷയത്തിൻ്റെ കുരുക്ക് അവിടെ കഴിയും. അയാൾ പറയുന്നു, നോക്കൂ,
ولما حدثنا عبد الله بن ربيع قال حدثنا محمد بن إسحاق قال حدثنا ابن الأعرابي قال حدثنا أبو داود. ഇമാം അബൂദാവൂദ് തങ്ങൾ, നമ്മളെ സുനനു അബൂദാവൂദ് എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബുകളിൽ എണ്ണുന്ന അബൂദാവൂദ്, നമ്മളെ പ്രസംഗങ്ങളിൽ സർവദാ നമ്മൾ ഉപയോഗിച്ചു വരുന്ന അബൂദാവൂദ്, ഈ അബൂദാവൂദിന്റെ ശിഷ്യനല്ല ഇദ്ദേഹം. അദ്ദേഹം വരെ പോകണമെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു റബീഅ്, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ്, ഇബ്നുൽ അറാബി എന്നീ 3 പരമ്പരകളും തലമുറകളും കടന്നിട്ട് വേണം അബൂദാവൂദിന്റെ പരമ്പരയിലേക്ക് ഇദ്ദേഹം എത്താൻ. എന്നിട്ട് ആ അബൂദാവൂദിന്റെ പരമ്പരയിൽ ഇമാം അബൂദാവൂദ് തങ്ങൾ നിവേദനം ചെയ്ത ഒരു ഹദീസിനെ അതേ സനദ് കൊണ്ട് അയാൾ ഉദ്ധരിക്കുന്നത് നോക്കൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, ശുദ്ധഗതിയാൽ പറ്റിപ്പോയ ഒരമള് അല്ലെങ്കിൽ ബോധപൂർവം അള്ളാന്റെ റസൂലിന്റെ പേരിലും അബൂദാവൂദിന്റെ പേരിലും കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ശുദ്ധ കളവ്. അബൂദാവൂദ് എന്നവർ പറയുന്നു, ഖാല ഹദ്ദസനാ മുഹമ്മദ് ഇബ്നുൽ മുസന്ന അന്ന അംർ ഇബ്നു ആസിമിൽ കിലാബി ഹദ്ദസഹും ഖാല ഹദ്ദസനാ ഹമ്മാമുൻ عن قتادة عن مبرك العجلي عن أبي الأحوص عن عبد الله بن مسعود رضي الله عنه وعنهم عن النبي صلى الله عليه وسلم أنه قال صلاة المرأة في بيتها أفضل من صلاتها في حجرتها وصلاتها في مسجدها أفضل من صلاتها في بيتها. ഈ ഹദീസാണ് എല്ലായിടത്തും ഇബ്നു ഹസ്മ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ വാദഗതിക്ക് അവസാനം സമർത്ഥിക്കുന്ന പോയിന്റ്, ലക്ഷ്യം, പ്രമാണം. എന്താ ഈ ഹദീസിലുള്ളത്? ഒരു പെണ്ണ് അവളുടെ വീടിന്റെ അകത്തളത്തിൽ നിസ്കരിക്കുന്നതാണ് അഫ്ളലു മിൻ സ്വലാത്തിഹാ ഫീ ഹുജ്റത്തിഹാ. അവളുടെ വലിയ അറയിൽ അവൾ നമസ്കരിക്കുന്നതിനേക്കാൾ ചെറു അറയിൽ അവൾ നമസ്കരിക്കുന്നതാണ് നല്ലത്. വസ്വലാത്തുഹാ ഫീ മസ്ജിദിഹാ അഫ്ളലു മിൻ സ്വലാത്തിഹാ ഫീ ബൈത്തിഹാ. തന്റെ അറയിലും വീട്ടിലുമുള്ള നിസ്കാരത്തെക്കാൾ പുണ്യമേറിയത് ഓള കൂട്ടൽ പങ്കെടുക്കുന്ന പള്ളിയിലെ നിസ്കാരമാകുന്നു എന്ന് അയാളെ അർത്ഥം. നന്നായില്ലേ? പ്രമാണം ഉഷാറായി പോയി. പള്ളിയിലെ നിസ്കാരത്തിനാണ് വീട്ടിലെ നിസ്കാരത്തെക്കാൾ പുണ്യമെന്ന്. ഈ ഒരു ഹദീസിന്റെ തുണ്ടം ഇന്ന് വരെ നമ്മുടെ മുജാഹിദുകളും ജമാഅത്തുകാരും പുറത്തിറക്കിയിട്ടില്ല. ഇതുവരെയുള്ള അവരുടെ എഴുത്തുകളിൽ ഇത് പുറത്തിറങ്ങിയിട്ടുമില്ല. ഇനി ഖിയാമം 1-ാം തീയതി വരെ ഈ നിലപാടിൽ ഇത് പുറത്തിറങ്ങുമെന്നും തോന്നുന്നില്ല. അത് പുറത്തിറങ്ങാതെ ഒക്കെ അള്ള കാത്തിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നമ്മുടെ ദീനിന്റെ പേരിൽ കള്ളം പറയുന്നവരെ നമ്മൾ ശരിപ്പെടുത്തും. ഇസ്ലാമിന്റെ പേരിൽ എന്നെന്നും കള്ളവും അസത്യവും പിടിക്കപ്പെടാതെ നിലകൊള്ളുകയില്ല. ഖിയാമം വരെ ദീനിന്റെ സത്യമായ അവസ്ഥ നാം നിലനിർത്തും എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കളവ് പിടിക്കപ്പെടാതെ ഖിയാമം വരെ നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായും ഈ തരികിട ഇവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, മുമ്പും പിടിക്കപ്പെടും, ഇനിയും പിടിക്കപ്പെടും എന്നതുകൊണ്ട് തന്നെ നമ്മളെ മുജാഹിദുകളും ജമാഅത്തുകാരും ഭാഗ്യവശാൽ ഇതെടുത്തു വെച്ചിട്ടില്ല. ഈ ഹദീസ് ഇതും കൂടി എടുത്തുവെച്ചാൽ നമ്മളെ സാധാരണക്കാർ വല്ലാതെ കുടുങ്ങുമല്ലോ. നേരെ പറയുന്നത് സുഖല്ലേ പരിഭാഷക പെടുത്തിയാൽ. ഇതിനായി പരിഭാഷക ഇവരിങ്ങനെ മറുപടി കൂട്ടുന്നത്. ഖുർആനും പരിഭാഷ, ഹദീസും പരിഭാഷ, ഫിഖുവും പരിഭാഷ, മഹല്ലും പരിഭാഷ. സുഖ നമ്മൾ ലേശം കാശ് മുടക്കിയ പരിഭാഷയിലങ്ങ് വായിച്ചു കൊടുത്താൽ അത് ലേണിംഗ് സ്കൂൾ, ഖുർആൻ ലേണിംഗ് സ്കൂൾ. ആ സ്കൂളിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും വീട് വീടാന്ത പെണ്ണുങ്ങൾക്ക് ഖുർആന്റെ പരിഭാഷ അങ്ങ് പഠിപ്പിച്ചു കൊടുത്താൽ ഇസ്ലാമിന് പഠിക്കാൻ വേറൊരു മാർഗം വരേണ്ട. സുന്നികൾക്കും ഒരാളും പറ്റിക്കാനും കഴിയില്ല. ഈ പരിഭാഷ ഹദീസിന് ഇതിനാണ് നൽകിയ സുന്ദരല്ലേ. പെണ്ണിന് പെണ്ണിന്റെ പള്ളിയിൽ നിസ്കരിക്കുന്നതാണ് വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. ചിലപ്പോൾ തെങ്ങാനും ഇറക്കിയാൽ നമ്മളെ മുസ്ലിംമാരുടെ സ്റ്റേജുമ്പോൾ കയറിയിട്ട് ഓള പള്ളി എന്ന് പറഞ്ഞാൽ ഓല വീടിൻ്റെ അകത്ത് ഏറ്റവും ബുദ്ധമായ പള്ളി എന്നാണ് എന്ന് ചിലപ്പോൾ അർത്ഥങ്ങ് കൽപ്പിച്ചോളൂ. എന്നാൽ അയിമ കൂടാലോ എന്ന് ചിലപ്പോൾ ഇവർ ചിന്തിച്ചും കളയും. പക്ഷെ ഏതായാലും ഇത് ഇറക്കിയിട്ടില്ല. ഇത് അബൂദാവൂദ് എന്നവരുടെ പേരിൽ പറഞ്ഞ കള്ളമായതുകൊണ്ട് അല്ലാഹു തആല തൊണ്ട് സഹിതം പിടിക്കാൻ അവസരം നൽകിയിരിക്കുന്നു. ഇതേ സനദിൽ സുനൻ അബൂദാവൂദിൽ ഇതേ ഹദീസ് മഹാനായ ഇമാം അബൂദാവൂദ് സിജിസ്താനി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ ഉദ്ധരിക്കുന്നത് ഇതേ ഹദീസ് തന്നെ. വസ്വലാത്തുഹാ ഫീ മിഖ്ദഇഹാ അഫ്ളലു മിൻ സ്വലാത്തിഹാ ഫീ ബൈത്തിഹാ. വസ്വലാത്തുഹാ ഫീ മിഖ്ദഇഹാ. ഒരു പെണ്ണ് അവളുടെ ഏറ്റവും വിലപ്പെട്ട പൊന്നും ആഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കുന്ന ഏറ്റവും ചെറിയ അറ, ആ സുഭദ്രമായ അറക്കകത്ത് കയറിയിട്ട് സ്വറ്റക്ക് നമസ്കരിക്കുന്നെങ്കിൽ ആ അറക്കകത്തുള്ള ഒളിഞ്ഞ നമസ്കാരമാകുന്നു മിൻ സ്വലാത്തിഹാ ഫീ ബൈത്തിഹാ.
അവൾ ഉപയോഗിക്കുന്ന അവളുടെ സ്വന്തം അറയിലുള്ള നിസ്കാരത്തെക്കാൾ അവൾക്ക് പുണ്യം. അതിലേറെ സുഭദ്രമായി ആരാരും കാണാനിടയില്ലാത്ത സ്വർണവും ആഭരണവും അവൾ സൂക്ഷിച്ചിരിക്കുന്ന അവളുടെ ഏറ്റവും പ്രൈവറ്റായ അറയിൽ പോയിട്ട് നിസ്കരിക്കലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ വാചകം അറിയാതെ മിഹ്ദായി പോയിട്ട് മസ്ജിദ് എന്ന് തെറ്റിച്ച് ചമച്ചുണ്ടാക്കിയിട്ട് ഇമാം അബൂ ദാവൂദിന്റെ പേരിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും പച്ചക്കള്ളം കെട്ടിച്ചമച്ചതാണ്. ഒന്നുകിൽ ഇബ്നു ഹസ്ം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പദം മാറിപ്പോയിട്ട് വന്നതാണ്. ഈ ഒരൊറ്റ ഹദീസിന്റെ തുണ്ടം അബൂദാവൂദിന്റെ പേരിൽ കള്ളമായി പറഞ്ഞത് ഇത് വെറുതെ പറയുന്നതല്ല. ഇതേ ഞാൻ വായിച്ച സനദ് ഇനി നിങ്ങൾക്ക് അബൂദാവൂദിൽ വായിക്കാം. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള അബൂദാവൂദിന്റെ നുസ്ഖ 1-ാം വാല്യം 91-ാം പേജ് പരിശോധിച്ചാൽ ഇതേ ഹദീസ് ഇതേ സനദിൽ കാണാം. حدثنا محمد بن المثنى عن عمرو بن عاصم الكلابي حدثهم قال حدثنا حمام عن قتادة عن مبرك عن ابي الاحوص عن عبد الله بن مسعود عن النبي صلى الله عليه وسلم. ഈ സനദ് ഇതേ വിധേന അബൂദാവൂദ് സുനൻ അബൂദാവൂദിൽ അബൂദാവൂദ് എന്ന് രേഖപ്പെടുത്തിയത് സ്വലാത്തുഹാ ഫീ മിഖ്ദഇഹാ, ഇത് മാറ്റിമറിച്ചിട്ട് സ്വലാത്തുഹാ ഫീ മസ്ജിദിഹാ എന്ന് തെറ്റിദ്ധരിക്കുകയോ മനഃപൂർവ്വം കെട്ടിച്ചമക്കുകയോ ചെയ്തിട്ട് ഇബ്നു ഹസ്ം എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ പുതിയ ചിന്ത ഈ ലോകത്തിറക്കുമതി ചെയ്തിട്ടുള്ളതാണ്. ലോകത്താദ്യമായി കിതാബിന്റെ പേരിലും ഇസ്ലാമിന്റെ പേരിലും റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടും പെണ്ണുങ്ങൾക്ക് പള്ളിയിലാണ് പുണ്യം എന്ന വാദം ഇതിന്റെ അപ്പുറം കാണൂല. ഇത് ഞാൻ ഇവിടെ മാത്രമല്ല, അതൊക്കെ ശരിക്കും പറയാൻ എഴുതിയിട്ടാ വെല്ലുവിളിച്ച് സ്വീകരിക്കാൻ തയ്യാറുണ്ട്. വെല്ലുവിളിക്കപ്പെട്ട ആൾക്കെങ്കിലും സുഖകരമായിട്ട് നമുക്കിത് ചർച്ച ചെയ്യാം. ഈ വിഷയം എവിടെയാ പുണ്യമെന്ന്. അപ്പൊ പള്ളിൻ്റെ അകത്ത് പുണ്യമുണ്ട് എന്ന് പറയുന്നത് ഇയാളിത് പിടിച്ചിട്ടാ. ഇത് ഈ പേജിൽ മാത്രമല്ല, ഇനിയുണ്ട്. എവിടെ ഇത് പറയുന്നുണ്ടോ ഈ കള്ളമായ റിപ്പോർട്ട് വെച്ചിട്ടുള്ള ഹദീസാണ്. നമ്മൾ സാധാരണ ഓതുന്ന ഹദീസ് അത് ദുർബലോ ബലഹീനോ, എന്ത് ഖൈറുല്ലഹുന്ന അത് ദുർബല. എന്തൊക്കെയാ അതിനെപ്പറ്റി പറയേണ്ടത് നമ്മുടെ പുതിയ ആൾക്കാർക്ക് അറിഞ്ഞൂടാ. ലേണിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടേ ഖുർആൻ ലേണിംഗ് സ്കൂൾ, ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന് പഠിച്ചാൽ അങ്ങനെ ഇരിക്കും. ഹദീസിന്റെ സാങ്കേതിക പദങ്ങളൊക്കെ അങ്ങനെ പറ്റൂ. ഹദീസിന്റെ ഏറ്റവും ചെറിയ സാങ്കേതികങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വിവരിക്കുന്ന നമ്മളെ മിസ്കാത്തിന്റെ മുഖദ്ദിമ ഒരു പള്ളി ദർസിലെ മുസ്ലിയാരുട്ടി ഏതാണ്ട് മാസങ്ങൾ ഒരു കൊല്ലത്തോളം ഇരുന്നിട്ടാ പഠിക്കുക. അങ്ങനെ പഠിച്ചുണ്ടാക്കുന്ന ഹദീസിന്റെ ഇസ്തിലാഹികളൊക്കെ എവിടെയെങ്കിലും ഒരു ബുക്ക് നോക്കിയിട്ടോ ആരെങ്കിലും വായിച്ചു തരുന്നത് നോക്കിയിട്ടോ പഠിച്ചാൽ അങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പറയാം ബുയൂത്തുകുന്ന ഖൈറുല്ലഹുന്ന എന്ന ഹദീസൊക്കെ ഇരിക്കട്ടെ. ആ ഹദീസിന് പകരം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഈ ഹദീസാണ് പള്ളിയാണ് പുണ്യം എന്ന വാദത്തിന് ഇബ്നു ഹസ്ം ഉന്നയിച്ചത്. അത് അപ്പടി തന്നെ ഉദ്ധരിക്കാൻ എന്തോ ധൈര്യം കാട്ടാതെ നമ്മുടെ പുത്തൻവാദികൾ വാദം അതിങ്ങ് അരങ്ങേറ്റിയിരിക്കുകയാണ്. ഈ വാദത്തിന്റെ സ്രോതസ് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ചർച്ച നീണ്ടുപോയിട്ട് എവിടേക്കൊക്കെ എത്തുമെന്ന് നമ്മൾ ആലോചിക്കണം. ഞാനിത് വെറുതെ പറയുന്നതല്ല, എല്ലാവർക്കും കയറി പറയാവുന്ന വിവാദമാക്കി ഇത് വെച്ചിട്ട് ഒന്നാമതായി മാതൃഭൂമി ഈ വിഷയത്തിൽ രംഗത്തിറക്കിയിരിക്കുന്നത് ഒരു പണ്ഡിതനല്ല, ഇസ്ലാമിക കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതനെയല്ല, സാക്ഷാൽ ജനാധിപത്യവാദിയും തികഞ്ഞ മതേതരനും തികഞ്ഞ സെക്യുലറിസ്റ്റ് എന്ന് വരുത്താൻ വേണ്ടി എന്നും ശ്രമിച്ചിട്ടുള്ള ആളുമായ എൻ്റെ സുഹൃത്ത് തന്നെ എനിക്ക് പറയാം, ബന്ധമുള്ളത് കൊണ്ട്, എം.എൻ. കാരശ്ശേരി സാഹിബിനെയാണ്. സാഹിബ് എന്ന് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എം.എൻ. കാരശ്ശേരി എന്നയാൾ എഴുതാറുള്ളൂ. അത് തന്നെ നമുക്കും പറയാം, എം.എൻ. കാരശ്ശേരി. എം.എൻ. കാരശ്ശേരി. അപ്പൊ എൻ്റെ വീക്ഷണം, എൻ്റെ നിലപാട് ഇതാ എന്ന് പറയുന്നത്, സ്ത്രീകൾ ജുമാക്കും ജമാഅത്തിനും പോകുന്നതിൽ അള്ളാന്റെ ദീനിന്റെ നിയമം എന്താന്ന് പറയുന്നതിൽ എൻ്റെ നിലപാട് വളരെ ലളിത. എൻ്റെ നിലപാട് വളരെ ലളിതാന്നും പറഞ്ഞിട്ട് ഇതിനൊന്നാമതായിട്ട് പേന കുറിക്കാൻ വേണ്ടിയിട്ട് മാതൃഭൂമി തെരഞ്ഞെടുത്തത് വിഷയം അവതരിപ്പിക്കാൻ തന്നെ എം.എൻ. കാരശ്ശേരി. ഞാൻ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കല്ല. ഇത്തരം സെക്യുലറിസ്റ്റുകൾ, തികഞ്ഞ സെക്യുലറിസ്റ്റുകൾ ഈ വിഷയത്തിൽ കടന്നു കയറിയിട്ട് വല്ലതൊക്കെ പറഞ്ഞാൽ എവിടേക്കൊക്കെ എത്തും. അത് ഇനിയും വായിക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശബാബുകാരൻ പുനഃപ്രസിദ്ധീകരിച്ചാൽ നമ്മുടെ പുതിയ തലമുറയെയും പുതിയ വിദ്യാർത്ഥികളെയും എങ്ങോട്ടാണ് ഇവർ, ഏത് ചിന്തയിലാക്കാണ് ഇവർ ആനയിക്കുന്നത്? നമ്മൾ പേടിക്കണ്ടേ? വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തെക്കുറിച്ചും പരിഭാഷയെക്കുറിച്ചും അയാളുടെ ചിന്തയൊക്കെ കൂടി ഇവർ വീണ്ടും വായിക്കാൻ എഴുതിയാൽ എങ്ങനെ ഇരിക്കും? സാക്ഷാൽ പ്രബോധനം കൂടി വളരെയധികം ശരിയായ രീതിയിൽ എം.എൻ. കാരശ്ശേരിയുടെ ആ നിലപാടിനെ വിമർശിച്ചെഴുതിയിരുന്നു പണ്ട്.
ആ നിലപാടൊക്കെ നമ്മൾ എൻ്റെ നിലപാടും എൻ്റെ വീക്ഷണവും ഇക്കാര്യത്തിൽ വളരെ ലളിതാന്നും പറഞ്ഞ് അവതരിപ്പിക്കുന്നത് വീണ്ടും വായിക്കാൻ അവതരിപ്പിച്ചാൽ നമ്മുടെ സമൂഹം ചിന്താപരമായി ദീനീ രംഗത്ത് എവിടൊക്കെ എത്തും എന്ന് നമ്മൾ വളരെയധികം പേടിക്കണം. അതുകൊണ്ട് ഈ വിവാദം ഈ വിധത്തിൽ നിലനിൽക്കാൻ ആവശ്യമുള്ള ആ വിഭാഗം സത്യദീനന്റെ നിയമവും വീക്ഷണവും നിലപാടും എന്താണ് ഈ വിഷയകമായി എന്ന് മനസ്സിലാക്കേണ്ട ആ നിലപാടിലേക്കും ശൈലിയിലേക്കും പണ്ടത്തെ പോലെ തന്നെ ചർച്ച കൊണ്ടുവരണമെന്നേ ഞങ്ങൾക്ക് പറയുള്ളൂ. വേറൊന്നുമില്ല. കാര്യമായി പറയാനുള്ളതാ. നിങ്ങൾ പറയുന്ന വാദം നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ സമർത്ഥിക്കുന്ന രീതിക്ക് സമർത്ഥിച്ചോ, ഇബ്നു ഹസ്മിൻ്റെത് വായ്പെടുത്തിട്ട് എല്ലാം വിരുത്തിക്കോ, കുഴപ്പമില്ല. പക്ഷെ ആ വിരുത്തുന്നത് സ്ത്രീ ജമാഅത്തിനെ കുറിച്ച് ഇസ്ലാമിന്റെ മാനവും വിധിയും എന്ന ലേബിളിലായാൽ മറ്റുള്ളവരെങ്കിലും ഇതിൽ വലിഞ്ഞു കയറാതിരിക്കാനും കുഴപ്പവും പൊല്ലാപ്പില്ലാതിരിക്കാനും കുറച്ചുകൂടി പ്രശ്നങ്ങൾ വലിച്ചിടാതിരിക്കുവാനും അത് ഉതകും. ഇത് ദീനിനോടും ഇസ്ലാമിനോടും ഖുർആനോടും സുന്നത്തിനോടും പ്രമാണങ്ങളോടും കൂറുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക്, ഈ മുസ്ലിം സൊസൈറ്റിയിലെ ഒരു സംഘടന എന്നുള്ള നിലക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളൊരു അപേക്ഷയാണ്. നിങ്ങൾ ഏത് സംഘടനക്കാരായാലും കൊള്ളാം, ഏത് വിഭാഗമായാലും കൊള്ളാം. എന്താണ് ഈ വിവാദം ഈ രീതിയിൽ കൊണ്ടുവന്നിട്ട് പെണ്ണുങ്ങളെ നിലവിലില്ലാത്ത ഒരു സാഹചര്യം പുതുതായി ഉണ്ടാക്കിയിട്ട് നിലവിലില്ലാത്ത ഈ സാഹചര്യത്തിൽ നിലവിലില്ലാത്ത ഒരു പുതിയ രീതിയിൽ നമ്മുടെ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് ആനയിച്ചിട്ട് ഈ വിഭാഗത്തിന് കിട്ടാനുള്ളത് എന്ന് ആലോചിച്ചാൽ നമുക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ ആലോചിക്കാം, ഇപ്പത്തെ വിവാദത്തിൽ ഇറങ്ങി എന്ന അബദ്ധം മാറ്റിവെച്ചാൽ ഇവിഷയകമായിട്ട് സ്വതന്ത്രമായും നിഷ്പക്ഷമായും ചിന്തിക്കുന്ന ഏത് സാധാരണക്കാർക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷ ഇതിനു മുൻപ് ഇവിഷയകമായി ഇവർ തന്നെ അവതരിപ്പിച്ചതുണ്ട്. ഒന്ന് മുജാഹിദുകാരുടേത്, ഒന്ന് ജമാഅത്തുകാരുടേത്. ഞാൻ അവരെ വിമർശിക്കാൻ വേണ്ടി വായിക്കുന്നതല്ല. സാധാരണക്കാരൻ ഈ പ്രശ്നത്തിൽ എങ്ങനെ ചിന്തിക്കണമെന്നും ഇന്നത്തെ വിവാദം കത്തിപ്പടർന്നിട്ട് ലൈനുകൾ തെറ്റിയിട്ട് കത്തിക്കയറുന്നത് തടുത്തു നിർത്താൻ എങ്ങനെയാണ് ആലോചിക്കേണ്ടത് എന്നും നമ്മുടെ പുതിയ വിഭാഗത്തിനും പുതിയ ആളുകൾക്കും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ചെറുപ്പക്കാർക്കും വേണ്ടിയിട്ട് അവരുടെ തന്നെ ഉദ്ധരണികൾ രണ്ടെണ്ണം മാത്രം വെക്കുന്നു. ഒന്ന് ജമാഅത്തുകാരൻ്റെതും ഒന്ന് മുജാഹിദുകാരൻ്റെതും. നിങ്ങൾ ആലോചിക്കൂ, ഞാൻ സാക്ഷാൽ ജമാഅത്തുകാരൻ്റെ ഏറ്റവും വലിയ വക്താവ് എഴുതിയ ഒരു വരി വായിക്കാൻ. അയാൾ എഴുതിയത് എന്തുദ്ദേശത്തോടു കൂടിയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോരാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നവർക്ക് പറ്റുന്നതാണോ ഇന്നത്തെ കാലമെന്നും, കാലത്തിനനുസരിച്ച് മാറിയിട്ടല്ല ഞാൻ പറയുന്ന, അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട. ഇന്നത്തെ കാലത്ത് ഈ വിവാദമുണ്ടാക്കിയിട്ട് നമ്മുടെ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ട് നമ്മൾ പ്രസംഗിക്കാൻ പറ്റുന്ന പരുവത്തിലാണോ പെണ്ണ് എന്ന് മനസ്സിലാക്കാൻ ജമാഅത്തുകാരൻ ഇന്നത്തെ കാലം വിലയിരുത്തിയതും ഈ വിവാദത്തിന്റെ അസാംഗത്യവും പോഷ്കും വിവരിച്ചത് ഞാനൊന്ന് വിവരിക്കാം. സാക്ഷാൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ താൻ പുറത്തിറക്കിയ ഗ്രന്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക ശബ്ദവും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയും നീക്കാൻ വേണ്ടിയിട്ട് താൻ വിവരിച്ചിട്ടുള്ള വരികളുമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉദ്ധരിക്കട്ടെ. ഇസ്ലാമിക വേഷവിധാനം പോലും സ്വീകരിക്കാതെ മുസ്ലിം സ്ത്രീകൾ നടുറോട്ടിലൂടെ അലഞ്ഞു നടക്കുന്ന നാട്ടിൽ ഒരു മതപണ്ഡിതന്റെ ബാധ്യത സ്ത്രീകൾ ജുമുഅക്ക് പോകൽ സുന്നത്താണോ അല്ലേ എന്ന് തെളിയിക്കലല്ല. നിങ്ങൾ ആലോചിക്കൂ എൻ്റെ ചെറുപ്പക്കാരെ. ഇസ്ലാമിക വേഷവിധാനം പോലും സ്വീകരിക്കാതെ മുസ്ലിം സ്ത്രീകൾ നടുറോട്ടിലൂടെ അലഞ്ഞു നടക്കുന്ന നാട്ടിൽ, ശരിയല്ലേ നമ്മളെ നാട്? ഈ ഒരു നാട്ടിൽ ഒരു മതപണ്ഡിതന്റെ ബാധ്യത സ്ത്രീകൾ ജുമുഅക്ക് പോകൽ സുന്നത്താണോ അല്ലേ എന്ന് തെളിയിക്കലല്ല. കാരണം ജുമുഅക്ക് പോകാത്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീയും നരകാവകാശിയാകുമെന്നാരും പറയുന്നില്ല. ജുമുഅക്ക് പോകാതെ ഇന്ന് നിലവിലുള്ള സാഹചര്യവും അവസ്ഥയും തുടർന്നാൽ ഒരു പെണ്ണ് നരകാവകാശിയാകുമെന്ന് മുസ്ലിം സൊസൈറ്റിയിൽ ഒരാളും പറയുന്നില്ല. ഈ വിവാദമായിട്ട് വന്നിട്ടുള്ള ആരും പറയുന്നില്ല. പറഞ്ഞോലുണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പറയാൻ ഭാവമുള്ളവരുമില്ലെന്ന് പറയുന്നില്ല. പറയുന്നു ഞാൻ എന്ന ആർജവത്തോടുകൂടെ പറയാൻ ധൈര്യമുള്ളവരാരും പറഞ്ഞിട്ടില്ല. അല്ല അയാൾ പറയുന്നത്. അങ്ങനെ ഒരാൾക്കും വാദമല്ല. മറിച്ച് മറക്കേണ്ട ഭാഗം പ്രദർശിപ്പിച്ചു നടക്കുന്നത് ഗുരുതരമായ തെറ്റാണെന്ന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇന്നത്തെ അവസ്ഥ. പെണ്ണുങ്ങൾ മറക്കേണ്ട ഭാഗം പ്രദർശിപ്പിച്ച് നടക്കുന്നത് ഗുരുതരമായ തെറ്റും കുറ്റവുമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. അങ്ങനെ തന്നെ പെണ്ണുങ്ങൾ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എവിടേക്കാണോ ചാൻസ് ലഭിക്കുന്നതെങ്കിൽ അവിടേക്കൊക്കെ നടക്കുന്നു. ഇങ്ങനെ നടക്കുന്ന ഒരു നാട്ടിൽ
കുറ്റകരമാണെന്ന് എല്ലാവരും വിധി എഴുതുന്ന ഈ രൂപത്തിൽ പെണ്ണ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇത് സുന്നത്താണോ അല്ലേ എന്ന് കുറ്റം കിട്ടാത്ത നിലവിലുള്ള ഒരു സാഹചര്യം തട്ടിത്തകർത്തിട്ട് കുറ്റം കിട്ടുന്ന ഒരു പരുവത്തിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുവരണമെന്ന് വാദിക്കുന്നത് ഒരു മതപണ്ഡിതന്റെ ബാധ്യതയല്ല എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന പുസ്തകത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എഴുതുന്നു. പക്ഷെ എന്തോ ഒരു കോള് കിട്ടിയ മാതിരി ഈ വിവാദത്തിൽ ആരൊക്കെയോ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ഫെമിനിസ്റ്റുകളും മറ്റൊക്കെ രംഗത്ത് വന്നു നോക്കുമ്പോൾ ബുദ്ധിജീവികളുടെ പത്രങ്ങളും ആഴ്ചപ്പതിപ്പുകളും ഒക്കെ ഈ വിഷയകമായി കോളം വച്ചു നിർത്താൻ വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെങ്ങാനും ആ ഭാഗത്തേക്ക് ഇറങ്ങാൻ ഞാൻ മോശമല്ലേ എന്നും കരുതിയിട്ട് തങ്ങളുടെ പെൺപടയെ കൊണ്ട് ഈ വിവാദത്തിലേക്കും ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ജമാഅത്തേര്. ഘട്ടം തന്നെ ഇവിവാദം ശരിയല്ലെന്ന്, ഏറ്റവും മോശമാണ്